Hello friends, welcome to my YouTube channel Haru and Tanu. ഇപ്പോൾ ചാമ്പയ്ക്ക സീസൺ ആണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ചാമ്പയ്ക്കയുടെ മരമുണ്ട്. അപ്പോൾ അതിൽ ചാമ്പയ്ക്ക പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് നമ്മുടെ ചാമ്പയ്ക്ക നല്ല പഴുത്ത് ചുമന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് അത് പറിച്ചെടുത്ത് പല റെസിപ്പീസ് ട്രൈ ചെയ്യാവുന്നതാണ്. ചാമ്പയ്ക്ക കൊണ്ട് പലതരം റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ചാമ്പയ്ക്ക കൊണ്ട് അച്ചാറാണ്. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. നമ്മൾ നേരത്തെ കണ്ട മുട്ടുകളൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുൻപ് വിരിഞ്ഞേക്കണ ചില പൂക്കളൊക്കെ ചാമ്പയ്ക്കയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റെഡ് കളർ ചാമ്പയ്ക്ക നമുക്ക് കാണാം. ഞങ്ങൾ സാധാരണയായിട്ട് ചാമ്പയ്ക്ക കൊണ്ട് വൈൻ ഉണ്ടാക്കാറുണ്ട്, അച്ചാർ ഉണ്ടാക്കാറുണ്ട്, തോരൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതൊന്നുമല്ലാതെ ചാമ്പയ്ക്ക വെറുതെ ഉപ്പും മുളക് പൊടിയും ചേർത്ത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയാണ്. നമ്മുടെ ചാമ്പയ്ക്കയെല്ലാം നല്ലോണം പഴുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ദൂരേന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചാമ്പയ്ക്ക ഇങ്ങനെ നിറയെ പഴുത്ത് ചുമന്ന് കിടക്കുന്നത് കാണാം. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാനുണ്ട്. ഈ ചാമ്പയ്ക്ക നല്ല റെഡ് കളറാകുമ്പോൾ നമുക്ക് പറിക്കാൻ തുടങ്ങാം. ഞാൻ ഈ ചാമ്പയ്ക്ക ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. നല്ല ഭംഗിയാണ് നമ്മുടെ മരത്തിൽ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള വ്യൂ ആണ്. കണ്ടോ, നമ്മുടെ ചാമ്പയ്ക്ക നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചാമ്പയ്ക്ക പറിക്കാം. ചാമ്പയ്ക്ക നല്ല പഴുത്ത് കഴിയുമ്പോൾ കുറേ എണ്ണമൊക്കെ താഴെ വീണ് വേസ്റ്റായി പോകും. ബാക്കിയുള്ളത് നമുക്ക് പറിച്ചെടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ചാമ്പയ്ക്ക നല്ല മധുരമുള്ള ചാമ്പയ്ക്കയാണ്. ഈ ഒരു ചാമ്പ മാത്രമല്ല, ഇനി വേറെ 2 ചാമ്പയും കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. പക്ഷേ ഇതിലാണ് ധാരാളമായിട്ട് ചാമ്പയ്ക്ക ഉണ്ടാകാറുള്ളത്. ചാമ്പയ്ക്ക നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ആ മരം ഒന്ന് കുലുക്കിയാൽ മാത്രം മതി. ചാമ്പയ്ക്ക പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വീണോളും. തോട്ടിയുടെ ഒന്നും ആവശ്യം വരാറില്ല. ഞങ്ങൾ സാധാരണ പറിക്കുമ്പോൾ ഇതുപോലെ ബെഡ്ഷീറ്റൊന്നും പിടിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. പൊട്ടാതെ ചാമ്പയ്ക്ക കിട്ടുമെന്ന് അറിയാൻ വേണ്ടി മാത്രം. കുറച്ച് ചാമ്പയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ പറിച്ചെടുക്കാൻ സാധിച്ചു. ബാക്കിയുള്ളതൊക്കെ താഴത്തേക്ക് വീണു. പൊട്ടിയാലും സാധ്യത, നമുക്ക് അച്ചാർ ഉണ്ടാക്കാനല്ലേ, എന്തായാലും അത് മുറിച്ചെടുക്കണം. കണ്ടോ, മരം ഇതുപോലെ ഒന്ന് കുലുക്കുമ്പോൾ തന്നെ പഴുത്ത ചാമ്പയ്ക്ക എല്ലാം തന്നെ താഴത്തേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ നമ്മൾ താഴ്ത്ത് വീണേക്കുന്ന ചാമ്പയ്ക്ക എല്ലാം തന്നെ പറക്കിയെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചുമന്ന ചാമ്പയ്ക്കയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനിയും കുറച്ച് ചാമ്പയ്ക്കയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ മരത്തിൽ. അത് കുറച്ചുകൂടി പഴുക്കാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചാമ്പയ്ക്ക കൊണ്ട് നമുക്ക് ഇന്നൊരു അച്ചാർ തയ്യാറാക്കാം. ആദ്യം തന്നെ ചാമ്പയ്ക്ക കഴുകി വൃത്തിയാക്കി എടുക്കണം. ടാപ്പിൻ്റെ ചോട്ടിൽ കാണിച്ചിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചാമ്പയ്ക്ക നമുക്ക് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. നീളത്തിൽ തന്നെ വേണമെന്നില്ല, ചെറിയ പീസായിട്ട് മുറിച്ചെടുത്താൽ മതി. ചാമ്പയ്ക്കയുടെ അകത്ത് ചെറിയ കുരുവൊക്കെ ഉണ്ടാകും. നമുക്കതൊക്കെ കളഞ്ഞേക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലഷ് മാത്രം നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുത്തേക്കുന്ന ചാമ്പയ്ക്ക 4 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക്
3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വരും. അധികം ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ആ മണം ഒന്ന് വന്നാൽ മാത്രം മതി. അങ്ങനെ വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം, കാരണം അല്ലെങ്കിൽ ആ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മുടെ പിക്കിളിൻ്റെ കളർ കണ്ടോ, നല്ല ചുമന്ന നിറത്തിലാണ്. നമ്മുടെ ചാമ്പയ്ക്കയ്ക്ക് നല്ല നിറമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ നല്ലൊരു നിറം വന്നിട്ടുണ്ട്. ഉപ്പ് കറക്റ്റാണോന്നൊന്ന് ചെക്ക് ചെയ്യുക. വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. പിക്കിളിന് ഏറ്റവും നല്ല മണം തരുന്ന ഉലുവയും കായവും പൊടിച്ചത് നമുക്ക് ചേർക്കണം. 2 ടീസ്പൂൺ ഉലുവയും ഇതുപോലെ ചെറിയൊരു കഷ്ണം കായവും കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് ബ്രൗൺ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നല്ല ഫൈൻ പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിക്കിളിലേക്ക് ഈ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പിക്കിളിന് വളരെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം, നമ്മുടെ പിക്കിള് റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ് കേട്ടോ. നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ പോലെ മധുരവും കുറച്ച് എരിവും ഒക്കെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു പിക്കിളാണ്. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം, തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബോട്ടിലിലേക്ക് മാറ്റാം. നമ്മുടെ പിക്കിളിൻ്റെ ചാറ് ഉലുവയൊക്കെ ചേർത്തേക്കുന്നത് കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ തിക്കായിട്ട് വരും. ഇതാ നമ്മുടെ പിക്കിള് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിലേക്ക് ഇത് മാറ്റാം. വീട്ടിൽ ചാമ്പയ്ക്കുള്ളവർ ചാമ്പയ്ക്കൊന്നും വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെ ഒരു പിക്കിൾ ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഒരു പണച്ചെലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ധാരാളമായിട്ടുണ്ടാകുന്ന ചാമ്പയ്ക്ക കൊണ്ട് എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഈ അച്ചാർ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ പിക്കിൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ സാധാരണ ഫ്രിഡ്ജിലാണ് വയ്ക്കാറുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.